ചേട്ടാ ചേട്ടൻ കഴിഞ്ഞ ദിവസം ടിക്കിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, ഒരു ചേച്ചിയോട് പറയുന്നതായിട്ട്. അപ്പം ഇതെനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു കവറാണ്. അതിൽ ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയും ഒക്കെ പടം ഉണ്ടായിരുന്നു, പിന്നെ ടിക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താ അത്, എന്താ അതിൻ്റെ ഉപയോഗം? ഇത് പെപ്രോഫോർട്ട് പ്ലസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, ഒരു മരുന്നാണ് പെപ്രോഫോർട്ട്. സേവാവെറ്റ് കമ്പനിയുടെതാണ് ഈ മരുന്ന് എന്ന് എനിക്ക് തോന്നുന്നു. സേവാവെറ്റ് കമ്പനിക്കാർ കൊടുക്കുന്ന മരുന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ടിക്കുള്ള പശുക്കൾക്കും പട്ടികൾക്കും പൂച്ചകൾക്കും അതിൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള മരുന്നുകളാണ് ഈ പെപ്രോഫോർട്ടിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത്. അതിൽ 1 കിലോ മുതൽ 10 കിലോ വരെ വെയിറ്റ് വരുന്ന പട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരെണ്ണം. ഇതിങ്ങനെ പറയുന്നത് അവരുടെ 3-4 വെറൈറ്റീസ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ അതിൽ 1 കിലോ മുതൽ 10 കിലോ വരെയുള്ളതും 10 കിലോ മുതൽ 20 കിലോ വരെയുള്ളതും 20 കിലോ മുതൽ 40 കിലോ വരെയുള്ളതും 40 കിലോ മുതൽ 60 കിലോ വരെയുള്ള മരുന്നുകളാണ് അവർക്കുള്ളതാണ്. ആ സേവാവെറ്റ് കമ്പനിയുടെ കാറ്റലോഗ് ഞാൻ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ അവർ പറയുന്നത് പട്ടികളെ നമ്മൾ ടിക്കിൻ്റെ സമയത്ത് പട്ടികളെ ഷാമ്പു ഉപയോഗിച്ച് പെരുട്ടി മേല് നനച്ചതിന് ഷാമ്പു ഉപയോഗിക്കുക. അതിനുശേഷം 20 മിനിറ്റ് തേച്ച് പിടിപ്പിക്കണം. 20 മിനിറ്റ് പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഷാമ്പു പുരട്ടുന്നത് വാലയിൽ നിന്ന് തലയിലേക്കാണ്. എല്ലാവരും തലയിൽ നിന്ന് കീഴ്പോട്ടാണ് ചെയ്യുന്നത്, അത് പാടില്ല. അപ്പോൾ നമ്മൾ വാലിൽ നിന്നും മേപ്പോട്ട് തലയിലേക്കുള്ള ഷാമ്പു പുരട്ടി 20 മിനിറ്റ് കഴിയുമ്പോൾ അതിനെ വാഷ് ചെയ്യാം. 20 മിനിറ്റ് വെച്ചാൽ അന്നേരം അതിനകത്തുള്ള അഴുക്കുകളും മട്ടുകളും എല്ലാം അടിഞ്ഞു പോകും. ഈ പേന് കുത്തിയിട്ടുള്ള പട്ടികൾക്കാണെങ്കിൽ ഇഷ്ടംപോലെ കടുക് പോലെ ഇരിക്കുന്ന അവരുടെ ശരീരത്തിൽ കാണും, കടുക് പോലെ. അത് ബ്ലഡിൻ്റെ അംശമാണ്. അത് ഷാമ്പു യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ആ അഴുക്ക് പോയി കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുകയാണ്. അത് ഷാമ്പു പുരട്ടി 20 മിനിറ്റ് നിർത്തിയതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മുടി ശരിക്കും റഫ് ചെയ്യണം. എന്ന് വെച്ചാൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മരുന്ന് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം ഇല്ലെന്നുള്ളതാണ് അവരെനിക്ക് പറഞ്ഞ് കാറ്റലോഗ് തന്നപ്പോൾ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഞാൻ ഇതിൽ എടുത്തിട്ടില്ല, എങ്കിൽ തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ ആ മരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ രാവിലെ നമ്മൾ കുളിപ്പിക്കുക. മുടി ശരീരം ഉണങ്ങിയതിന് ശേഷം വൈകുന്നേരം സമയങ്ങളിൽ ഈ ഷോളറിൻ്റെ പുറകിൽ സ്കിന്നിലേക്കാണ് ഇത് കൊടുക്കേണ്ടത്. അത് രോമം മാറ്റിക്കൊണ്ട് സ്കിന്നിലേക്ക് ഫുള്ള്, ഇപ്പോൾ 1 കിലോ മുതൽ 10 കിലോ വരെയുള്ളതാണെങ്കിൽ അത് ഫുൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഫുള്ളായിട്ട് കൊടുക്കണം. ഒരു സ്ഥലത്ത് മാത്രം ചെയ്താൽ മതി. 3 മണിക്കൂർ കൊണ്ട് ശരീരം മൊത്തം ആവുകയാണ്. 3 മാസത്തേക്ക് പിന്നെ അത് കയറത്തില്ല എന്നുള്ളതാണ് അവരുടെ വാദം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ കുളിപ്പിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 6 മാസത്തേക്ക് കയറത്തില്ല. ഇപ്പം ചൂടാണ്, അപ്പോൾ എല്ലാ സ്ഥലത്തും പട്ടികളുടെ മേത്ത് മുഴുവനും ഈ ടിക്കുണ്ടാവും. ടിക്കുണ്ടാവും. ടിക്ക് 3-4 വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം ചെള്ളു പനി എന്നൊക്കെ പറഞ്ഞു വരുന്നില്ല, അത് പേന് കുത്തി ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അത് 3-4 വെറൈറ്റി പേനുകളുണ്ട്. അതിൽ ഒരു ഇത് ടിക്കെന്ന് പറയുന്നത് ഇതിനകത്ത് വട്ടനെ പോലെ 8 കാലിയുടെ കാൽ പോലെ ഇരിക്കുന്ന അവൻ കടിച്ചു കഴിഞ്ഞാൽ വിടത്തില്ല. അതാണ് മെയിനായിട്ട്. അങ്ങനെ വരുമ്പോൾ ബ്ലഡ് കണ്ടമാനം ശരീരത്തിൽ നിന്നും കുറയും. അപ്പോൾ പട്ടികൾക്ക് ചെള്ളുപനി ഉണ്ടാകുന്നു. അപ്പോൾ മറ്റു പട്ടികളിൽ നിന്നും ബ്ലഡ് കൊടുക്കേണ്ട ഗതികേട് അവർക്കുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മുടെ ഓമന മൃഗങ്ങളെ നമ്മൾ ശരിക്കും എല്ലാ ദിവസവും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എല്ലാ ദിവസവും കൂടിന് ചുറ്റും വെള്ളം നനയ്ക്കുക. അതിനുശേഷം അതിനെ ബ്രഷ് ചെയ്യുക. അതിനുശേഷം നമ്മളതിനെ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പും വെള്ളം നനച്ച് കഴിയുന്നതിന് നമ്മൾ ആദ്യം ഒരു ഉണക്ക തുണി അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ തോർത്ത് എടുത്ത് ആദ്യം ശരീരം തുടച്ചു കൊടുക്കുക വെറുതെ. അതിനുശേഷം തുണി വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ഒരു കുതിർന്ന് കഴിയുമ്പോൾ പിഴിഞ്ഞിട്ട് വേണം നമ്മൾ റഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവരുടെ ശരീരത്തിൽ അഴുക്ക് മുഴുവനും നമ്മുടെ ആ തുണിയിലേക്ക് പോരും. വീണ്ടും അത് വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് വീണ്ടും റഫ് ചെയ്യുക. അപ്പോൾ അഴുക്കുകൾ മുഴുവനും പോരും. എന്നിട്ട് നമ്മൾ ചീവി കൊടുക്കുമ്പോഴത്തേനും നമുക്കത് കൂടുതലായിട്ട് ആ പേനുകൾ പോരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ലായനികളുണ്ട്, അവരുടെ പല കമ്പനികളുടെ ലായനികളുണ്ട്, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പൗഡറുകളുണ്ട് പല കമ്പനികളുടെ. അപ്പോൾ അത് നമുക്ക് ഏതാണോ ഇഷ്ടം. പക്ഷേ മെയിനായിട്ടും ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള മരുന്നുകൾ ചെയ്താൽ കൂടുതലും ഫലപ്രദമാണ് എന്നുള്ള. പട്ടികൾക്ക് മറ്റു ദൂഷ്യങ്ങളൊന്നുമില്ല. പൂച്ചകൾക്കും അതുപോലെ തന്നെ 8 ആഴ്ച കഴിഞ്ഞിട്ടുള്ള പൂച്ചകൾക്കും ചെയ്യാവുന്ന മരുന്നുകളുണ്ട്. പട്ടികൾക്കും ചെയ്യാവുന്ന മരുന്ന് 10 കിലോ വരെ വെയിറ്റ് വരുന്ന പട്ടികൾക്ക് ചെയ്യാം. 10 മുതൽ 20 കിലോ വരെ വെയിറ്റ് ചെയ്യുന്ന പട്ടികൾക്കുണ്ട് അവരുടെ മരുന്ന്. 20 കിലോ മുതൽ 30 കിലോ വരെ വെയിറ്റ് വരുന്ന പട്ടികളുണ്ട്. 40 കിലോ വരെ വെയിറ്റ് വരുന്നത്. അങ്ങനെ ഓരോ പട്ടിയുടെ വെയിറ്റിനനുസരിച്ച് മരുന്നുകൾ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ പോരുകയുള്ളൂ. കാരണം വെച്ചാൽ ഒരു 20 കിലോ 10 കിലോ വരെ പട്ടിയുടെ സാധനം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വലിയ പട്ടിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. കാരണം വെച്ചാൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന മരുന്ന്, അവർ കൊടുത്തിരിക്കുന്ന മരുന്ന് വെയിറ്റിൻ്റെ അനുസരിച്ചുള്ള മരുന്നുകളാണ്. അപ്പോൾ ആ 20 കിലോത്തിൻ്റെ വെയിറ്റുള്ള പട്ടിക്ക് 20 കിലോത്തിൻ്റെ മരുന്ന് തന്നെ കൊടുക്കണം. വിലയിലല്ല അവിടെ നമ്മൾ നോക്കേണ്ടത്, ലാഭം നോക്കാൻ പോരുത്. അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുകയോ ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കണം. നമ്മൾ ഒരു പട്ടിയെ വളർത്തുമ്പോൾ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാവുന്നവർക്ക് ചോദിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം.
ഒറ്റയ്ക്ക് നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട്, ഞാൻ 35 വർഷമായിട്ട് ഇങ്ങനെ വളർത്തി പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ എനിക്കിത് ആർക്കും അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനോ പിടിക്കാനോ. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പട്ടികൾക്കൊക്കെ ഞാൻ ഇങ്ങനെയുള്ള മരുന്നുകൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. കാരണം അതുകൊണ്ട് ടിക്കുകളൊന്നും ഇന്നുവരെയും ഞങ്ങൾക്ക് ടിക്ക് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞ് ഇന്നുവരെയും കിട്ടിയിട്ടില്ല. ഒരുപാട് ബ്രീഡുകളെ വളർത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് മറ്റുള്ള എല്ലാ ഷോപ്പുകാർക്കും ഇതുപോലെ പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അത് ഓരോരുത്തരും പഠിച്ചിട്ടുള്ളത് പോലെ ആയിരിക്കും. നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളത്, ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എല്ലാ പട്ടികളും എനിക്ക് പട്ടികളെ കൊണ്ടൊന്ന് കാണിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെയാണെങ്കിൽ അവർ ഡ്രീം ഫാക്ടറി എന്നുള്ളൊരു യൂട്യൂബ് ഉണ്ട് ഞങ്ങളുടേത്. അത് നിങ്ങൾ അത് അജോമ കെന്നൽസ് എന്നായിരുന്നു ആ കെന്നൽസിൻ്റെ പേര്. അതിനകത്ത് ഞങ്ങൾ പട്ടികളെ കാണിക്കുന്നുണ്ട്, ഒരുപാട് പട്ടികളെ കാണിക്കുന്നു. അവർ അതിനെപ്പറ്റി കാണിക്കുന്നുണ്ട്. ഒരു 56 മിനിറ്റും ഒരു 26 മിനിറ്റും 2 എപ്പിസോഡായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അത് വർഷങ്ങളായി, ആ കൊറോണയ്ക്ക് മുമ്പ് മുതലേ ഉള്ളതാണ് ആ ടൂർ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണേൽ എടുത്ത് കാണാം. പിന്നെ ഞങ്ങൾക്ക് ഈ ഷോപ്പുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ പുതിയ യുഗങ്ങളില്ല, പുതിയ ഡോക്ടർമാർ പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. ഞങ്ങൾ പഴയ ആൾക്കാർ, എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പോൾ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ തെറ്റാകാം, ചിലപ്പോൾ ശരിയാകാം. അത് നിങ്ങൾ വീണ്ടും ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നിങ്ങൾ ചെയ്യാവൂ എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. താങ്ക് യു ചേട്ടാ.